കർത്താവിന് വേണ്ടി ചെയ്യുന്നതെല്ലാം ബെസ്റ്റായിട്ട് ചെയ്യണം, അതിൽ കോംപ്രമൈസ് ചെയ്യരുത്. വളരെ പ്രയാസപ്പെട്ട ഒരു സമയത്ത് എനിക്ക് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടൊരു കൺഫ്യൂഷനൊക്കെ വന്നു തുടങ്ങി. നമ്മൾ ഇത്രയും പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ പോകുന്നു, അപ്പോൾ എന്താണ് നമ്മുടെ ലൈഫിൽ വലിയൊരു പ്രശ്നത്തിലൂടെ കടന്നു പോയി. അപ്പോൾ അന്ന് ആദ്യമായിട്ട് എൻ്റെ വിശ്വാസം, ഞാൻ കുറേ കൺഫ്യൂഷനിലും ഒക്കെ കടന്നു പോയ ഒരു സമയമായിരുന്നു അത്. അപ്പം നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ വളരെ ആക്റ്റീവായിട്ട് കേൾക്കുന്ന ഒരു പേഴ്സൺ ആണ്. ആ ഒരു ഹസ്ബൻഡും വൈഫും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനത്തെ കർത്താവ് പിന്നീട് നമ്മുടെ കൂടെ നിൽക്കും. അതിലൊരിക്കലും തെറ്റിപ്പോവുകയില്ല നമ്മൾ. ഹലോ, എൻ്റെ പേര് നോയൽ. ഇതെൻ്റെ ഫാമിലിയാണ്. ഇത് ഡയന എൻ്റെ ഭാര്യ. ഞങ്ങൾ 2 കുഞ്ഞുങ്ങളാണ്, ഡെറിക്, നെയോമി. ഇതെൻ്റെ പേരൻസ് ആണ്. ഞങ്ങൾ രണ്ടുപേരും ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നു. IT മേഖലയിലാണ്, സോഫ്റ്റ്വെയറിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെ തന്നെ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. ഞങ്ങൾ ജനിച്ച് വളർന്നതെല്ലാം കൽക്കട്ടയിലാണ്, വെസ്റ്റ് ബംഗാളിലാണ്. അതിനുശേഷം പിന്നെ പഠനത്തിനായി കേരളത്തിലേക്ക് വന്നു. ഇപ്പം ഇവിടെ ട്രിവാൻഡ്രത്ത് IT മേഖലയിൽ ജോലി ചെയ്യുന്നു. വൈഫിൻ്റെ സ്ഥലം എരുമേലി മുക്കൂട്ടുതറയാണ്. ഞങ്ങൾ ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ കൂടെ കുറച്ച് നാളുകളായിട്ടുണ്ട്. ഞാൻ ജീസസ് യൂത്തിലേക്ക് വരുന്നത് എൻ്റെ കോളേജ് കാലഘട്ടത്താണ്. പാലയിൽ ചുണ്ടശ്ശേരി കോളേജ് വെച്ച് ഞാൻ പഠിച്ചപ്പോഴാണ് ജീസസ് യൂത്തിലേക്ക് വന്നത്. അതിനുശേഷം ജോലിയായപ്പം ടെക്നോ പാർക്ക് ജീസസ് യൂത്തിൻ്റെ കൂടെ ആയിരുന്നു. ഇപ്പം പ്രൊഫഷണൽസ് മിനിസ്ട്രിയുടെ കൂടെ മുന്നോട്ട് പോകുന്നു. ഞാൻ ജനിച്ച് വളർന്നത് കൽക്കട്ടയിലാണ്, വെസ്റ്റ് ബംഗാൾ. അപ്പം അവിടെ ചെറിയൊരു മലയാളി കമ്മ്യൂണിറ്റി ഉണ്ട്. അന്ന് എൻ്റെ പേരൻസ് ജോലിക്കായി അവിടെയായിരുന്നു പോയിരുന്നത്. അതിനുശേഷം ഞാൻ അവിടെ വളർന്ന് വന്നൊരു സാഹചര്യം, ഞാൻ സ്കൂളിൽ ചേർന്നത് ഒരു ഡോൺ ബോസ്കോ സ്കൂളിലായിരുന്നു. അപ്പം അതൊരു കാത്തലിക് സ്കൂളായിരുന്നു. അപ്പം എപ്പോഴും ചെറുപ്പത്തിൽ തന്നെ ഒരു ദൈവത്തിൻ്റെ ഒരു സ്പർശനങ്ങളൊക്കെ ജീവിതത്തിലുണ്ടായിരുന്നു. വീട്ടിലെ കുടുംബ പ്രാർത്ഥന ആണെങ്കിലും, അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പം ഫസ്റ്റ് ഫ്രൈഡേ മാസുകളാണെങ്കിലും, അല്ലെങ്കിൽ അവിടെ കാത്തലിക് സ്റ്റുഡൻസിന് ഒരു പ്രത്യേക ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ചെറുപ്പത്തിൽ തന്നെ ഒരു ദൈവമായിട്ടൊരു ചെറിയൊരു കണക്ഷൻ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതലും ഞാൻ ദൈവത്തെ കണ്ടുമുട്ടിയത് എൻ്റെ കോളേജ് കാലഘട്ടത്തിലാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ, എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ്സിലോ മറ്റോ എന്തോ ആയിരുന്നു, ഒരു റിട്രീറ്റിൻ്റെ സമയത്ത് അവിടുത്തെ ബ്രദർ ഇങ്ങനെ പ്രീച്ച് ചെയ്തതിന് ശേഷം ഒരു അഭിഷേക ഒരു സമയമുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് നിർത്താതെ കണ്ണുനീർ എൻ്റെ കണ്ണുകളിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അതെന്തിനാ അങ്ങനെ സംഭവിച്ചത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്യാനും എനിക്ക് അന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ അന്ന് ആ ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു, ദൈവം ഒത്തിരി മോനെ അനുഗ്രഹിക്കുന്നുണ്ട്, ഹി ഹാസ് ഗിവൻ യു ദ ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ് എന്ന് അന്ന് ബ്രദർ പറഞ്ഞായിരുന്നു. അതെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് മുതലേ ചെറുതായിട്ടെങ്കിലും ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കേരളത്തിൽ വന്നു, പഠിക്കാൻ വന്നു. ഞാൻ ചുണ്ടശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്, പാല. അപ്പോൾ അതെനിക്ക് എൻ്റെ ലൈഫിൽ വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു. കാരണം ഞാൻ 18ാം വയസ്സ് വരെ കൽക്കട്ടയിലായിരുന്നു. അവിടുത്തെ ഒരു കൾച്ചർ കുറച്ച് ഡിഫറെൻ്റ് ആണ് കേരളത്തിലേക്ക് വരുമ്പോഴതിനെക്കാട്ടിലും. അപ്പം ഇവിടെ വരുമ്പം ഒരു ഹ്യൂജ് കൾച്ചറൽ ഡിഫറൻസ് ആയിരുന്നു എനിക്ക്. ഫ്രണ്ട്സ് അങ്ങനെ ആരും തന്നെ ഇല്ലായിരുന്നു. എല്ലാം പുതിയതായിരുന്നു. ഭാഷയും പുതിയതായിരുന്നു. എനിക്ക് മലയാളം അന്നേരം അത്രയും പ്രോപ്പർലി സംസാരിക്കാനോ വായിക്കാനോ എഴുതാനോ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇയർ ഓഫ് കോളേജ് എനിക്ക് ഭയങ്കര വലിയൊരു സ്ട്രഗിൾ ആയിരുന്നു. എനിക്കൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ കൽക്കട്ട ആയിരുന്ന സമയത്തും ഫുള്ളി ഒരു നേറ്റീവ് കൽക്കട്ടൻ അല്ല, കുറച്ചൊക്കെ മലയാളി കമ്മ്യൂണിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ്. ഇവിടെ വന്നപ്പം ഞാൻ ഇവിടുത്തെ കമ്മ്യൂണിറ്റി ആയിട്ട് റിലേറ്റഡ് അല്ല, കുറച്ചൊരു ഡിഫറെൻറ്റ് പുറത്തു നിന്ന് വന്നൊരാൾ പോലെയായിരുന്നു ആൾക്കാർ എന്നെ പെർസീവ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പം ഒരു ബിലോങ്ങിങ്നെസ് ഇല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ഒത്തിരി കൂടുതലുണ്ട്. അതിനൊത്തിരി ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്, സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ ഞാൻ ഒത്തിരി വിഷമിച്ചായിരുന്നു. ആ സമയത്താണ് ശരിക്കും ജീസസ് യൂത്ത് മൂവ്മെൻറ്റിന് ഞാൻ തിരിച്ചറിയുന്നത്. ഞങ്ങളുടെ ഹോസ്റ്റലിൽ അന്ന് ജീസസ് യൂത്ത് ചേട്ടന്മാർ വരികയും ഞങ്ങളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയും ഒന്നിച്ച് നമ്മൾ കൂടെയൊക്കെ തുടങ്ങിയ ഒരു സമയമായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മളെ ജഡ്ജ് ചെയ്യുന്ന അല്ലെങ്കിൽ വേറൊരു ആൾ എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തുന്ന ഒരു കൾച്ചർ അവിടെ ഇല്ല. എല്ലാവരും അക്സെപ്റ്റഡ് ആണ് ആ ജീസസ് യൂത്ത് ഫാമിലിയിലേക്ക്. അങ്ങനെയാണ് കുറച്ചും കൂടി ഞാൻ ഒന്ന് സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങിയത്, കുറച്ച് ഫ്രണ്ട്സൊക്കെ കിട്ടിയത്. ഫ്രണ്ട്സ് എന്ന് മാത്രമല്ല, ഈശോയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന, ജെന്യുവൻലി ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരിലേക്ക് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അവിടെ വെച്ചാണ്.
അങ്ങനെയാണ് ഞാൻ ജീസസ് യൂത്തിലേക്ക് പതുക്കെ വന്നു തുടങ്ങിയത്. അന്ന് എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കൽക്കട്ടയിലാണെങ്കിലും കൊയറിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. മ്യൂസിക് എന്ന് പറയുന്ന മിനിസ്ട്രി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു ജീസസ് യൂത്തിൽ വന്നതിന് ശേഷം. അതിൽ കുറേ നല്ല ചേട്ടന്മാരും ചേച്ചിമാർ എനിക്ക് കിട്ടി. അവരുടെ ഗൈഡൻസിൽ പാട്ടിലൂടെ എങ്ങനെ ഈശോയെ പകർന്നു കൊടുക്കാം എന്നുള്ളൊരു ചിന്ത ഒക്കെ എൻ്റെ മനസ്സിലേക്ക് ഒത്തിരി വന്നു. അങ്ങനെ ഈശോയുടെ കൂടെയുള്ള യാത്രയിൽ കോളേജിൻ്റെ 1, 2, 3 വർഷങ്ങൾ കഴിഞ്ഞു. അവസാനത്തെ വർഷത്തിലാണ് പ്ലേസ്മെൻറ്റ്സ് യൂഷ്വലി വരുന്നത്. അങ്ങനെ എൻ്റെ ക്ലാസ്സിൻ്റെ പ്ലേസ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ഞാനായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും പ്ലേസ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. അപ്പോൾ എല്ലാ കമ്പനികളുടെ പ്ലേസ്മെൻറ്റ് ക്രൈറ്റീരിയ ഇതായിരുന്നു. ആരും സപ്ലി ഇല്ലാത്തവർ മാത്രമേ എലിജിബിൾ ആകുകയുള്ളൂ ഈ പ്ലേസ്മെൻറ്റ്സിന് ഇരിക്കാൻ. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഒരു സപ്ലി ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ ഒരു പ്ലേസ്മെൻറ്റും ഞാൻ യോഗ്യനല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഞാനാണ് ഈ പ്ലേസ്മെൻറ്റ്സ് എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. പക്ഷേ എനിക്കൊരു പ്ലേസ്മെൻറ്റ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കമ്പനി ഫൈനലി വന്നത് അപ് ടു 2 സപ്ലീസ് അലൗഡ് ആണെന്നുള്ള രീതിയിൽ കട്ട് ഓഫ് വെച്ചിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ കുറച്ച് മോശമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി എനിക്ക് നിർബന്ധമായിരുന്നു. അല്ലെങ്കിൽ ഫാമിലിയുടെ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാകും എന്നുള്ളൊരു അവസ്ഥയിലോട്ട് എത്തിയായിരുന്നു. അപ്പം ഈ ഒരു പ്ലേസ്മെൻറ്റ് എനിക്ക് വലിയൊരു അവസരമായിരുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷത്തോടെ എൻ്റെ പേരും കൂടി ചേർത്ത് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഒരു കുട്ടി വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ആ ലിസ്റ്റിൽ എൻ്റെ പേരില്ലല്ലോ. അപ്പോൾ എടുത്തു നോക്കിയപ്പം ശരിയായിരുന്നു, ഒരു കുട്ടി ആ ലിസ്റ്റിൽ നിന്ന് മിസ്സായിരുന്നു. അത് ശരിക്കും ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാർ മാത്രമേ ആ ലിസ്റ്റിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് പേരായിരുന്നു എൻ്റെ. കട്ട് ഓഫ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ മാർക്ക് എൻ്റെ ആയിരുന്നു. അപ്പോൾ ഈ കുട്ടിയും കൂടി അതിനകത്ത് വരുമ്പം ഞാൻ പിന്നെ ആ ലിസ്റ്റിൽ നിന്ന് പുറത്താകും. അപ്പോൾ ഇത് അറിഞ്ഞ ഒരു സമയം എനിക്ക് ഭയങ്കര ഒരു ഹൃദയവേദനയായിരുന്നു. കാരണം ആകെ കിട്ടിയൊരു പ്ലേസ്മെന്റ് ഇനിയും കയ്യിൽ നിന്ന് പോകുവാണല്ലോ കർത്താവെ എന്നോർത്ത് വിഷമിക്കുമായിരുന്നു. കാരണം ഈ കുട്ടി കയറുവാണെങ്കിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു പക്ഷേ കർത്താവിന് അറിയുന്നതിന് മുമ്പുള്ള ഞാനായിരുന്നെങ്കിൽ ഞാനിത് ഒന്നും ചെയ്യാതെ കണ്ണടിച്ച് ആ കുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കി വിട്ടേനെ. പക്ഷെ കർത്താവിന് അറിഞ്ഞ് ഞാൻ ഇത് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അതൊരു ചീറ്റിംഗ് ആണ്, തെറ്റാണെന്ന് എനിക്ക് ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഫൈനലി ഞാൻ പ്ലേസ്മെന്റ് സെല്ലിൽ പോയി ഇത് അറിയിച്ചു. ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, അത് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് റിവൈസ് ചെയ്യണം, അതിനകത്ത് ഞാൻ പുറത്താകും എന്നുള്ള രീതിയിൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പം അന്നേരം കർത്താവ് അവിടെ ഇടപെട്ടു. ആ സാറിലൂടെ കർത്താവ് പറയിപ്പിച്ചതാണ്, അത് കുഴപ്പമില്ല, നമുക്ക് ഈ ലിസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് ഒരാളെയും കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന പോലെ ഞാൻ സംസാരിച്ച് റെഡിയാക്കാം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. കാരണം ഒരു കമ്പനിക്കും അങ്ങനെ ഒരു എക്സംഷൻ, ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനത്തെ ഒരു എക്സംഷൻസ് ഒന്നും പോസിബിൾ അല്ലാത്തൊരു സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ആ സാറാണെങ്കിലും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഇങ്ങനെ ഒന്നും ഒരു കാരണവശാലും സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ കർത്താവിനോട് കാണിച്ച ഒരു വിശ്വസ്തത അവിടെ കർത്താവ് തിരിച്ച് എന്നെയും കൂടി കർത്താവ് ശരിക്കും പറഞ്ഞാൽ ടേക്ക് കെയർ ചെയ്യുമായിരുന്നു. അതെന്നെ ഭയങ്കര ടച്ച് ചെയ്തു. അങ്ങനെ ആ പ്ലേസ്മെന്റ് ഞങ്ങൾ രണ്ടുപേരും അറ്റൻഡ് ചെയ്തു. ആ കുട്ടിയും ഞാനും അറ്റൻഡ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ആ കമ്പനിയിൽ പ്ലേസ്ഡ് ആകുകയും ചെയ്തു. അത് കർത്താവ് നടത്തിയ വലിയൊരു മിറക്കിളായിരുന്നു. അങ്ങനെ ഞാൻ ജോലിയിലേക്ക് കയറുന്നു. അപ്പം ജോലിയിലേക്ക് കയറുമ്പം എനിക്ക് കിട്ടിയ കുറച്ച് കൺവിക്ഷൻസ്, ജീസസ് യൂത്തിൽ കിട്ടിയ കുറച്ച് കൺവിക്ഷൻസ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി നിൽക്കുമ്പോൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നതെല്ലാം ബെസ്റ്റായിട്ട് ചെയ്യണം, അതിൽ കോംപ്രമൈസ് ചെയ്യരുത്. ഇത് എൻ്റെ ജോലി മേഖലയും കൂടി എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി. കർത്താവിന് വേണ്ടി ജോലി ചെയ്യുമ്പം ഞാൻ കോംപ്രമൈസ് ചെയ്യാതെ നന്നായിട്ട് ജോലി ചെയ്യണം എന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ളവരായിട്ട് ഡീൽ ചെയ്യുമ്പം എങ്ങനെ നന്നായിട്ട് ജോലിയിൽ നന്നായിട്ട് എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ജോലി ചെയ്യുമ്പം എൻ്റെ അണ്ടറിൽ ഒരു ടീമുണ്ട്, പലരായിട്ട് ഇൻ്റർഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, ഒത്തിരി ഡിഫറിങ് ഒപ്പീനിയൻസും അഭിപ്രായങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ട്. ജീസസ് യൂത്തിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ജോലിയിൽ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലായിടത്തും നമ്മൾ ഒരേപോലെ ആയിരിക്കില്ല ഒരു പക്ഷേ നിൽക്കേണ്ടി വരിക. അത് മിനിസ്ട്രിയിലും അങ്ങനെ തന്നെയാണ്. മിനിസ്ട്രിയിൽ നമ്മൾ നിൽക്കുമ്പം പല ഡിസിഷൻസ് എടുക്കേണ്ടി വരും, പല ആംഗിൾ ചിന്തിക്കേണ്ടി വരും. ഏറ്റവും നല്ലത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അവിടെ ഒരിക്കലും ഒരു ആളുടെ ഒരു പ്രശസ്തിയല്ല, കർത്താവ് ആഗ്രഹിക്കുന്ന എന്താണ് നല്ലത് അത് ചെയ്യുക എന്നുള്ളതാണല്ലോ മിനിസ്ട്രിയുടെ ഏറ്റവും ബേസിക് ഒരു കാര്യം. അത് തന്നെ ജോലിയിലും ആപ്ലിക്കബിൾ ആണ്. വർക്ക് പ്ലേസിൽ ഒരാളുടെ ഒരു പുകഴ്ചയോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഒരു സാധനം ഒരിക്കലല്ല. പക്ഷെ ആ ചെയ്യുന്ന ടീം അല്ലെ ചെയ്യുന്ന പ്രോജക്റ്റ് നന്നായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു കാര്യമാണല്ലോ ഏറ്റവും ഉചിതം. ആ കൺവിക്ഷൻസ് എന്നെ ഒത്തിരി ജോലി മേഖലയിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
ഞാൻ ആദ്യമായിട്ട് ഈശോയെ അറിഞ്ഞത് എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയായിരുന്നു. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 മക്കളാണ്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പം ഞങ്ങൾ 3 മക്കളെയും വിളിച്ചെണീപ്പിച്ച് എല്ലാ ദിവസവും പള്ളിയിൽ പോവും. അപ്പോൾ അത് നമ്മളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിരുന്നു. അന്നൊന്നും ചിലപ്പോൾ ഒന്നും അത് കൂടുതൽ മനസ്സിലാക്കിയൊന്നും അല്ല ചെയ്തിരുന്നത്. പക്ഷേ എല്ലാ ദിവസവും നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ഭാഗമായിരുന്നു രാവിലെ എണീറ്റ് പള്ളിയിൽ പോവുക. പള്ളിയോട് ചേർന്നുള്ള ഒരു സ്കൂളിൽ തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. അപ്പം സ്കൂളിൽ പോകുന്ന വഴിക്ക് പള്ളിയിൽ മിക്കവാറും പള്ളി അടച്ചിട്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, ഞാനൊരു വിൻഡോയിൽ കൂടി ഇങ്ങനെ പള്ളിയുടെ അകത്തോട്ട് നോക്കി എൻ്റെ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞിട്ടാണ് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അതായിരുന്നു ഒരു വിശ്വാസത്തിൻ്റെ തുടക്കം എന്നുള്ളത്. വിശുദ്ധ കുർബാനയുടെ ഒരു വാല്യൂ കുടുംബത്തിൽ നിന്ന് എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുർബാന കൂടുമ്പം നമുക്ക് വലിയൊരു ശക്തി കിട്ടുന്ന പോലെയൊക്കെ നമുക്ക് അന്ന് തോന്നിയിരുന്നു. അങ്ങനെ ലൈഫൊക്കെ സ്റ്റേബിളായിട്ട് പോകുന്ന ഒരു സമയത്താണ് ഞാൻ 12th പഠിക്കുമ്പം എൻ്റെ അമ്മ മരിച്ചു പോവുകയായിരുന്നു. അപ്പം അന്ന് വളരെ പ്രയാസപ്പെട്ട ഒരു സമയത്ത് എനിക്ക് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടൊരു കൺഫ്യൂഷനൊക്കെ വന്നു തുടങ്ങി. നമ്മൾ ഇത്രയും പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ പോകുന്നു, അപ്പോൾ എന്താണ് നമ്മുടെ ലൈഫിൽ വലിയൊരു പ്രശ്നത്തിലൂടെ കടന്നുപോയി. അപ്പോൾ അന്ന് ആദ്യമായിട്ട് എൻ്റെ വിശ്വാസം, ഞാൻ കുറേ കൺഫ്യൂഷനിലും ഒക്കെ കടന്നുപോയ ഒരു സമയമായിരുന്നു അത്. പിന്നീട് അന്നും പക്ഷെ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും കൈവിട്ടില്ല. പക്ഷെ എവിടെയൊക്കെ ഉള്ളിൽ അന്നെനിക്ക് 17 വയസ്സുമായി. അപ്പം ഞാൻ കുറച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങിയ ഒരു പ്രായമായതുകൊണ്ട് അന്ന് ഞാൻ കുറച്ചുകൂടെ കൺഫ്യൂഷൻ ആവാനൊക്കെ തുടങ്ങി. ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നീട് കോളേജിലേക്ക് പോയി. കോളേജിൽ പോയപ്പോഴും ഞാൻ എൻ്റെ ഹോസ്റ്റല് ഒരു പള്ളിയുടെ അടുത്ത് തന്നെയാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അവിടെ ഇരിക്കുമ്പം എനിക്ക് എന്നും അവിടുത്തെ കുർബാന കേൾക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ ഈ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ അവിടെയും ചെന്ന് ഉടനെ തന്നെ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഫെയ്ത്ത് ആ ഒരു കുർബാനയിലൂടെയാണ് കുറച്ചൊക്കെ വളരാൻ തുടങ്ങിയത്. എനിക്ക് ഒരു ദിവസം ഒരു കുർബാന കൂടി കഴിയുമ്പോൾ ആ ഒരു ദിവസത്തെ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. ആ ഒരു ദിവസത്തെ ദൈവം നടത്തുന്നുണ്ട്. എൻ്റെ എല്ലാ കാര്യവും അന്ന് രാവിലെ പോയി കർത്താവിനോട് പറഞ്ഞിട്ട് തുടങ്ങാൻ പറ്റുന്നതിൻ്റെ ഒരു വലിയ ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ കോളേജൊക്കെ കഴിയുന്ന കാലഘട്ടമായി. അപ്പം നമ്മുടെ വീട്ടിലും ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ട്. അപ്പം പ്ലേസ്മെൻ്റ് ഒന്നും എനിക്കും ശരിയാകുന്നില്ല, ജോലിയൊന്നും കിട്ടുന്നില്ല. ഞാൻ മിക്ക ഇതും അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് റൗണ്ട് വരെയൊക്കെ കയറുന്നുണ്ട്. പക്ഷെ ഒരു ഫൈനൽ ലിസ്റ്റ് വരുമ്പം എൻ്റെ പേര് അതിലുണ്ടാവത്തില്ല. അങ്ങനെ കോളേജ് കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോയി. അന്നും എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷനിലൂടെ കടന്നു പോവാണ്. അതായത് ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം, ജോലി നോക്കണോ അതോ കൂടുതൽ പഠിക്കണോ, എന്തെങ്കിലും കോച്ചിങ്ങിന് പോകണോ? അങ്ങനെ ഏകദേശം ഒരു 10 മാസത്തോളം ജോലിക്ക് വേണ്ടിയുള്ള ഒരു അലച്ചിലായിരുന്നു. അന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് ദൈവം എവിടെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കത് കണ്ടെത്തി തരും. ദൈവം എനിക്ക് വേണ്ടി എവിടെങ്കിലും ഒരു ജോലി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിലേക്ക് എത്തും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ടെക്നോ പാർക്കിൽ നല്ലൊരു കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി. ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വരികയായിരുന്നു ചെയ്തത്. ഞാൻ ട്രിവാൻഡ്രത്തേക്ക് അങ്ങനെ ജോലി കിട്ടി വന്നു. നല്ലൊരു കമ്പനിയിൽ എനിക്ക് ജോലിയൊക്കെ കിട്ടി. അങ്ങനെ ഒരു 3 വർഷം നല്ല രീതിക്ക് ജോലിയിൽ ദൈവം എന്നെ ഒത്തിരി വളർത്തുകയൊക്കെ ചെയ്തു. അന്നും 3 വർഷത്തിന് ശേഷം ഞാൻ വേറൊരു കമ്പനിയിലേക്ക് ജോലി മാറി പോവുകയായിരുന്നു. അതും നല്ലൊരു കമ്പനിയിലേക്ക് തന്നെയാണ് പോയത്. ആ സമയത്താണ് ശരിക്കും കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ആ കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്ത് 3 മാസത്തിന് ശേഷം അവിടെ ഒരു ലേ ഓഫ് നടക്കുകയായിരുന്നു. അപ്പം എനിക്ക് ഒരു കോള് വന്നിട്ട് 15 ദിവസം കൂടി ഇനി ജോലി ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുകയാണ് ഉണ്ടായത്. അപ്പം ആ സമയത്ത് വീണ്ടും ഞാൻ വളരെ ടെൻഷനായി. ഞാൻ രാത്രിയൊക്കെ ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് കോവിഡ് ആയിരുന്നതുകൊണ്ട് തന്നെ മിക്ക കമ്പനികളും ഈ ഹയറിംഗ് ഒക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം വീട്ടിലും ഒത്തിരി ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ട്. അപ്പം ജോലി ഇല്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അപ്പോഴും അറ്റ് ദ സെയിം ടൈം എനിക്ക് വീണ്ടും എൻ്റെ ഉള്ളിലെ സംശയങ്ങളൊക്കെ പൊങ്ങി വരും. എന്തുകൊണ്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് ഞാൻ പോവുകയാണല്ലോ എന്നുള്ളത്. അങ്ങനെ ആ സമയത്ത് തന്നെ എൻ്റെ സെയിം എക്സ്പീരിയൻസ് ഉള്ള ടെക്നിക്കൽ സ്കില്ലുള്ള ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരു വേക്കൻസി വരികയും ഞാൻ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞാൻ മറ്റേ കമ്പനിയിൽ നിന്നും 15 ദിവസത്തിനുള്ളിൽ ഇറങ്ങേണ്ടിയിരുന്ന ഞാൻ ആ 15 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് മറ്റൊരു കമ്പനി ജോലി കിട്ടി. എൻ്റെ ഒരു കരിയറിൽ ഒരു ബ്രേക്ക് പോലും ഉണ്ടായിട്ടില്ല. പിന്നീട് അങ്ങോട്ട് എനിക്ക് ഒന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ദൈവം എന്നെ എൻ്റെ ജോലിയിൽ ഒത്തിരി ഉയർത്തിയിട്ടുണ്ട്. ഞാൻ ഈ രണ്ടാമത് ജോയിൻ ചെയ്ത കമ്പനിയിൽ നിന്നാണ് എനിക്ക് ഒത്തിരി എൻ്റെ കരിയറിൽ ഒത്തിരി എക്സ്പോഷർ കിട്ടിയതും എനിക്ക് ഒത്തിരി വളരാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പം ദൈവം എനിക്ക് വേണ്ടി കരുതി വെക്കുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ പോയാലും കർത്താവ് എന്നെ നോക്കുന്നുണ്ട് എന്നൊരു ബോധ്യം എനിക്ക് അന്ന് തൊട്ടാണ് തുടങ്ങിയത്. പിന്നീട് എൻ്റെ ലൈഫിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും ഞാൻ അത്രയും തളർന്നു പോകാറില്ല. കാരണം ദൈവം എനിക്ക് വേണ്ടി എന്തോ കരുതുന്നുണ്ട്, എന്നെ നയിക്കുന്നുണ്ട് എന്നൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു.
ഞങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ദൈവം ഇടപെട്ടുള്ള വലിയൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങനെ ജോലി ചെയ്ത് വരുന്ന സമയങ്ങളിൽ വിവാഹത്തെ പറ്റി ഒന്ന് ആലോചിച്ച് തുടങ്ങി വീട്ടിൽ. അപ്പം എന്നോട് പറഞ്ഞു നമുക്ക് ഒരാളെ കണ്ടുപിടിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വളർന്ന കൾച്ചർ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഞാൻ കൽക്കട്ടയിലാണ് വളർന്നത്. കുറച്ച് ഒരു സിറ്റി കൾച്ചറും വേറൊരു സൈറ്റ് ഓഫ് എക്സ്പോഷറും ഒക്കെയാണ് അവിടെ വരുന്നത്. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള ആൾക്കാരും കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയപ്പം എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എങ്ങനെ ഒരു പരിചയമില്ലാത്ത ആളെ എങ്ങനെ ചേരും, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് എങ്ങനെ മുന്നോട്ട് ജീവിക്കും, കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വിവാഹം എന്ന് പറയുമ്പം ചെറിയൊരു ഭയവും ഒരു പേടി എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഇത് ജീവിതം മുഴുവൻ ലാസ്റ്റ് ചെയ്യുന്നൊരു ഡിസിഷനാണ്. അത് ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഈ കാര്യങ്ങൾ ഈശോയുടെ കൂടെ എപ്പോഴും പോയി ഇരിക്കുമ്പം ഈശോയോട് ഞാൻ ഇത് പറയുന്നുണ്ടായിരുന്നു. ഈശോയ്ക്ക് അറിയായിരുന്നു ഇങ്ങനെ ഒരു സ്ട്രഗിളിൽ കൂടി ഞാൻ പോകുന്നുണ്ട്. അപ്പം ഓരോന്ന് ആക്ച്വലി ഈശോ എൻ്റെ ലൈഫിൽ ഉത്തരങ്ങൾ നൽകാൻ തുടങ്ങി. എൻ്റെ അടുത്തുള്ള ഒരു അച്ഛനുണ്ടായിരുന്നു, ക്ലറീഷ്യൻ സഭയിലൊരു അച്ഛനായിരുന്നു. അച്ഛൻ്റെ അവിടെ ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പലിൽ ഞാൻ സ്ഥിരം പോയി ഇരിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടുത്തെ ഒരു ചാപ്പൽ. അവിടെ തിരുഹൃദയത്തിൻ്റെ ഒരു പിക്ചറൊക്കെ ഉണ്ട്, സെയിൻറ്റ് ക്ലാരറ്റിൻ്റെ ഒരു പിക്ചറൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവിടെ പോയി നടുക്കിരുന്ന് കുറച്ച് നേരം ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നു. ഈശോയുടെ അടുത്തൊക്കെ വെറുതെ ഇരിക്കുക, എന്നിട്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നു. അപ്പോൾ അച്ഛൻ ഇടയ്ക്ക് കൂടെ വന്നിരിക്കാൻ തുടങ്ങി, എൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു തുടങ്ങി, അച്ഛാ എനിക്ക് ഇത് പറ്റുന്നില്ല, കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്, ഇത് എങ്ങനെ മുന്നോട്ട് പോകും. എൻ്റെ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം ഈശോ അച്ഛനോട് നൽകാൻ തുടങ്ങി. അത് ഏറ്റവും അവസാനം വന്ന് എത്തിയൊരു ക്വസ്റ്റ്യന് അച്ഛൻ എൻ്റെ അടുത്ത് ഇതായിരുന്നു ചോദിച്ചത്, എടാ നിനക്കറിയാമോ കർത്താവ് എപ്പോഴാണ് രണ്ടുപേരും ഒന്നാക്കുന്നത്? അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛാ ചിലപ്പം ആ വിവാഹ കൂദാശയുടെ സമയത്ത് താലി കെട്ടുമ്പോഴൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അച്ഛൻ പറഞ്ഞു അങ്ങനെയല്ല മോനെ, രണ്ടുപേരും സമ്മതം നൽകുമ്പോഴാണ് ശരിക്കും പറഞ്ഞ ദൈവം രണ്ടുപേരെ യോജിക്കുന്നത്. ഈ കൂദാശയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ആ സമ്മതമാണ്. അപ്പം നിന്റെ മനസ്സിലുള്ള ഈ ചിന്തകൾ, ഈ ആകുലതകൾ, ഈ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിന്റെ സമ്മതത്തിൽ പൂർണ്ണമായിട്ടൊരു ഇത് വരുന്നില്ല. അപ്പം നീ അത് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു. ആ ഒരു കാര്യം എൻ്റെ ലൈഫിൽ വലിയൊരു മാറ്റം വരുത്തി. പിന്നെ എൻ്റെ കാഴ്ചപ്പാട് വിവാഹത്തിനോട് എൻ്റെ കാഴ്ചപ്പാട് ഭയങ്കരമായിട്ട് മാറി. കർത്താവ് എൻ്റെ കണ്ണുകൾ തുറന്നു ശരിക്കും ആ ഒരു മൊമെന്റിൽ. കാരണം അത്ര നാൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് സാഹചര്യങ്ങളെക്കുറിച്ചും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ചും കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും സോഷ്യൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരുന്നു. പക്ഷെ അന്ന് മുതൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് നേരെ മാറി. ഞാൻ എങ്ങനെ നന്നായിട്ട് ഒരാളെ സ്വീകരിക്കാനായിട്ട് എങ്ങനെ എൻ്റെ ഫുൾ ഹാർട്ടോടെ എങ്ങനെ ഞാൻ യെസ് പറയാം എന്നുള്ളൊരു പോയിന്റിലേക്ക് മാറി. അത് എൻ്റെ ലൈഫിൽ ഒരു വലിയൊരു ഐ ഓപ്പണിംഗ് മൊമെൻ്റ് ആയിരുന്നു. അന്ന് മുതൽ എൻ്റെ പ്രാർത്ഥന മുഴുവൻ കർത്താവെ ഭയമില്ലാതെ അല്ലെങ്കിൽ ഡൗട്ടുകളില്ലാതെ നീ തരുന്ന ആളെ സ്വീകരിക്കാൻ എന്നെ ഒരുക്കണമേ, പൂർണ്ണമായിട്ട് എൻ്റെ ഹൃദയത്തോട് സമ്മതം കൊടുക്കാൻ എന്നെ സഹായിക്കണമേ. ആൻഡ് എൻ്റെ കല്യാണം കഴിച്ച ആ ദിവസം എൻ്റെ ലൈഫിൽ ഏറ്റവും ജോയ്ഫുൾ ദിവസമായിരുന്നു. കാരണം അന്ന് എൻ്റെ ഫുൾ ഹാർട്ടോടുകൂടെ ഒരു കാര്യം പോലും ഞാൻ പിടിച്ചു വെക്കാതെ മുഴുവനായിട്ടാണ് ഞാൻ യെസ് പറഞ്ഞത്, എല്ലാവരുടെ മുമ്പ് വെച്ചു, കർത്താവിൻ്റെ മുമ്പ് വെച്ച്. ആ ഒരു ഗ്രേസ് ഞങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും ഓരോ ദിവസവും ഞങ്ങൾ എൻജോയ് ചെയ്തു പോകുന്നു. ഞങ്ങളുടെ ഒരു മാരീഡ് ലൈഫിൽ ഞങ്ങളുടെ മെയിൻ ഡിസിഷൻസ് എടുക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് ക്രൈസിസിലോ കൺഫ്യൂഷനിലോ ഒക്കെ കടന്നു പോകുമ്പം ഞങ്ങൾ ഒന്നിച്ച് കൈ പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കരം പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ആ തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു രീതി നമുക്കുണ്ട്. അപ്പം വിവാഹം എന്ന കൂദാശയിലൂടെ ഈശോ ഞങ്ങൾ രണ്ടുപേരും ഒന്നിപ്പിച്ചു. അപ്പം ആ ഒരു ഹസ്ബൻഡും വൈഫും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനത്തെ കർത്താവ് പിന്നീട് നമ്മുടെ കൂടെ നിൽക്കും. പിന്നീട് നമുക്ക് അതിലൊരിക്കലും തെറ്റിപ്പോവുകയില്ല നമ്മൾ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ രണ്ടാമത്തെ മകനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഷുഗർ ലെവൽസ് ഒക്കെ കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ ഡ്യൂ ഡേറ്റ് ആകുന്നതിന് മുൻപ് തന്നെ ഡോക്ടർ എന്നോട് അഡ്മിറ്റ് ആവാനൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് എനിക്ക് പെയിൻ ഒന്നും വന്നു തുടങ്ങിയിട്ടുമില്ല. അപ്പോൾ ഒരു 2-3 ഡേയ്സ് ഒക്കെ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചു, പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനൊക്കെ നോക്കി, പെയിൻ വന്നില്ല. ഒരു 3rd ഡേ ആയപ്പം ചെറുതായിട്ട് പെയിൻ ഒക്കെ വന്നു തുടങ്ങി. അതിന് ഞാൻ ലേബർ റൂമിലായിരുന്നു. അപ്പൊ പെയിൻ അങ്ങോട്ട് ഗ്രാജുവലി കൂടി വരുന്നില്ല. എനിക്കൊരു ഡെലിവറിയിലേക്ക് എത്താൻ പറ്റുന്നില്ല, പെയിൻ കൂടി വന്നിട്ട്. അപ്പം ആ സമയത്ത് ഇങ്ങനെ ഇത് സിസേറിയനിലോട്ട് പോവുമോ എന്താണെന്ന് അറിയില്ല. ഞാനിങ്ങനെ ലേബർ റൂമിൽ കഴിയുകയാണ്. അപ്പം ആ ഒരു സമയത്ത് നോൽ ചേട്ടൻ ലേബർ റൂമിനുള്ളിലേക്ക് കയറി വന്നിട്ട് എൻ്റെ വയറിൽ കൈവച്ച് 33 പ്രാവശ്യം എത്രയും മാതാവേ ചൊല്ലി അവിടെ ഇരുന്ന്.
അപ്പോൾ നമ്മളുടെ പ്രാർത്ഥന ആ മൊമെന്റിൽ ദൈവം കേട്ടു എന്നുള്ളതാണ്. എന്നിട്ട് ആ ഒരു പ്രാർത്ഥിച്ച് നോൽ ചേട്ടൻ ഇറങ്ങിയതിന് ശേഷം അരമണിക്കൂറിനുള്ളിൽ ഞാൻ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകി എന്നുള്ള വലിയൊരു മിറക്കിളായിരുന്നു. കർത്താവ് ഞങ്ങളുടെ കൂടെ നിന്നു. എനിക്ക് യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ അധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഞാൻ എൻ്റെ രണ്ടാമത്തെ കൊച്ചിന് ജന്മം നൽകിയായിരുന്നു. അത് ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു അനുഭവമായിരുന്നു അത്. ഡയന ഇത് പറഞ്ഞപ്പം ഞാൻ ആ സിറ്റുവേഷൻ ഒന്ന് ഓർക്കുമായിരുന്നു. ശരിക്കും ആ സമയത്ത് ഞാൻ ലേബർ റൂമിന്റെ പുറത്തിരുന്ന് ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഡെലിവറി നടക്കണം, പെയിനൊക്കെ വന്ന് ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ഈ ഡെലിവറി നടക്കണം എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഇങ്ങനെ നടക്കാതെ വന്നപ്പം എന്നെ എന്തോ ഇൻസ്പയർ ചെയ്തു. കർത്താവ് എന്നെ തോന്നിപ്പിച്ചു, നീ പോയി ലേബർ റൂമിന്റെ ഉള്ളിൽ പോയി വയറുമേ കൈവച്ച് പ്രാർത്ഥിക്കാൻ. അപ്പൊ ഞാൻ ചെന്നു, ഈ പ്രാർത്ഥിച്ചു. പക്ഷെ അവിടെ കുറെ പേര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം വേറെ കുറെ സ്ത്രീകൾ അവിടെ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പോയി വയറുമേ കൈവച്ച് പ്രാർത്ഥിച്ചപ്പം എല്ലാവരും ഇത് കാണുന്നുണ്ടായിരുന്നു. അപ്പം അത് ഭയങ്കര ഒരു വിറ്റ്നസിങ് ആയിരുന്നു. പക്ഷെ അവിടെ ദൈവം ആ ഒരു പ്രാർത്ഥനയ്ക്ക് വില നൽകി എന്നുള്ളതാണ്. കാരണം ഇമ്മീഡിയറ്റ്ലി അത് പിന്നെ ഞാൻ പുറത്തിറങ്ങി വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് അല്ലെ വിത്തിൻ ഒരു 20-25 മിനിറ്റ്സിനുള്ളിൽ പിന്നെ സിസ്റ്റർ എന്നെ വിളിക്കുകയാണ് കൊച്ചിനെ കാണിക്കാൻ. അതെനിക്ക് എന്നെയും ടച്ച് ചെയ്ത് ഒരുപാട് ഭയങ്കര മിറക്കിളായിരുന്നു. കാരണം ഇത്രയും പെട്ടെന്ന് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടുവല്ലോ എന്നുള്ളൊരു വലിയ ബോധ്യം നൽകി. അപ്പം നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ വളരെ ആക്റ്റീവായിട്ട് കേൾക്കുന്ന ഒരു പേഴ്സൺ ആണ്. എപ്പോഴും ദൈവത്തിനൊരു ഉത്തരവുണ്ട്. അത് എന്താണെന്ന് പക്ഷെ നമുക്ക് എപ്പോഴും മനസ്സിലാകണമെന്നില്ല. പക്ഷെ ദൈവം കൃത്യസമയത്ത് അതിന് നമ്മൾ മനസ്സിലാക്കി തരികയും ചെയ്യും. ഈ ഒരു ഇൻസിഡന്റിൽ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യമായിരുന്നു, എപ്പോഴും ദൈവം കൂടെയുണ്ട്. ഒരിക്കലും ദൈവം നമ്മളെ കൈവിടുന്നില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ദൈവം ഒരിക്കലും അത് കേൾക്കാതിരിക്കില്ല. ഞങ്ങൾ രണ്ടുപേരും IT മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേർക്കും നല്ല ബോധ്യമുണ്ട്, ഈ ജോലി നമുക്ക് കർത്താവ് തന്നതാണ്. ഒരിക്കലും ഞങ്ങളുടെ കഴിവുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്കില്ല് കൊണ്ട് കിട്ടിയ ജോലി മാത്രമല്ല. ഉറപ്പായിട്ടും കർത്താവ് ഇതിൽ ഇടപെട്ടിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ജോലി കിട്ടിയത്. അതുകൊണ്ട് തന്നെ കർത്താവ് ഞങ്ങളെ കൊണ്ട് ഇവിടെ ഈ മേഖലയിൽ എന്തൊരു ആവശ്യമുണ്ട് എന്നുള്ളൊരു ബോധ്യം കൂടി ഞങ്ങൾക്കുണ്ട്. ഞാനിപ്പം ജീസസ് യൂത്തിൻ്റെ പ്രൊഫഷണൽസ് മിനിസ്ട്രിയുടെ ഭാഗമാണ്. അപ്പം പ്രൊഫഷണൽസ് മിനിസ്ട്രിയുടെ ഒരു വലിയൊരു വിഷൻ എന്ന് പറയുന്നത് ശരിക്കും എല്ലാ പ്രൊഫഷണൽസിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുക, വർക്ക് ചെയ്യുന്ന സ്ഥലം ഒരു മിഷൻ പ്ലേസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പം എന്നോടൊരു ചേട്ടൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും ജോലി സ്ഥലത്തിലേക്ക് കയറുമ്പോൾ അവിടെ അതൊരു മിഷൻ പ്ലേസ് ആണെന്ന് നമ്മൾ ബോധ്യത്തോടെ ആണോ കയറുന്നത്. അപ്പം പുള്ളി ചെയ്യുന്നൊരു കാര്യമുണ്ട്, പുള്ളി ഓഫീസിലേക്ക് കയറുമ്പം ജസ്റ്റ് ഒരു സെക്കൻഡ് മാത്രം പുള്ളി ഒന്ന് കുരിശ് വരയ്ക്കും ഡോറുമേ. അപ്പം എന്നെ ഒത്തിരി ചലഞ്ച് ചെയ്തിട്ടുണ്ട് ഈ കാര്യം. അപ്പം ഞാനും ഇടയ്ക്ക് ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്തായിരുന്നു. അപ്പം ഓഫീസിലേക്ക് കയറുമ്പം ജസ്റ്റ് ഒന്ന് ഡോറുമേ ഞാനൊന്ന് കുരിശ് വരച്ചിട്ട് കയറും. പക്ഷെ ആ ദിവസം ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് കാണുന്നത് ജസ്റ്റ് ഒരു ജോലി സ്ഥലം അല്ലെ, ഒരു ലൈവ്ലിഹുഡ് അല്ലെങ്കിൽ ജസ്റ്റ് സാലറി കിട്ടുന്ന ഒരു സ്ഥലം പോലെയല്ല. അവിടെയുള്ള ആൾക്കാരെ കർത്താവിൻ്റെ സുവിശേഷം എത്തിക്കേണ്ട ഒരു സ്ഥലം പോലെ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ബോധ്യമായിരിക്കും. അപ്പം ഒരുപക്ഷെ അവിടെയുള്ള ആൾക്കാർ കാണുന്ന ഏക സുവിശേഷം ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതങ്ങളായിരിക്കും. അപ്പൊ അവിടെ ഒരു വലിയ വിറ്റ്നസ് ചെയ്യാനുള്ള ഒരു കോളുണ്ട്, ഒരു വിളിയുണ്ട്. അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെ പ്രൊഫഷണൽ കൂടെ കർത്താവിനെ കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. മാത്രമല്ല ജോലി ചെയ്യുമ്പം ഏറ്റവും നന്നായിട്ട് ചെയ്യണമെന്ന് വചനം തന്നെ നമ്മളോട് പറയുന്നുണ്ട്. കൊലോഷ്യൻസ് 3:23 പറയുന്നുണ്ട്, whatever you do, whatever you work with all your heart for the Lord, not for human masters. അവിടെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും ചെറിയ കാര്യങ്ങളായിരിക്കാം, വലിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ അത് കർത്താവിൻ്റെ മഹത്വത്തിനെ പ്രതിയാണെന്ന് തിരിച്ചറിഞ്ഞ് ചെയ്യുമ്പം അതിൻ്റെ ഒരു ഇഫക്റ്റ് വളരെ വലുതാണ്. അപ്പം എൻ്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ചെറിയൊരു കാര്യം മേ ബി അതൊന്ന് ചെറുതായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്ത് വേണേൽ ചെയ്തു തീർക്കാം. പക്ഷേ ഈ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ 100% എക്സലൻ്റ് ആയിട്ട് തന്നെ ആ ജോലി ചെയ്യാനായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവ് ഒത്തിരി പ്രേരിപ്പിക്കും. അപ്പോൾ ഈ കാര്യം നമ്മൾ ജോലി സ്ഥലത്ത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കർത്താവ് നമ്മളെ ഒത്തിരി ജോലി സ്ഥലത്ത് ഉയർത്തും. നമ്മുടെ കരിയർ തന്നെ കർത്താവ് ബ്ലെസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും.